ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും സ്വാഗതം ക്ലാസ് വിത്ത് ജെ പിയിലേക്ക്. അപ്പോൾ വൊക്കാബുലറിയുടെ ഒരു അടുത്ത സെക്ഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ വൊക്കാബുലറി നമ്മൾ പഠിച്ചു. അതിൽ ഈഗോയിസ്റ്റ്, ഈഗോഡിസ്റ്റ്, ഓൾട്രൂയിസ്റ്റ്, എക്സ്ട്രോവേർട്ട്, ആംബിവേർട്ട് തുടങ്ങിയ വേർഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ അതിൻ്റെ സെഷൻ 4 ആണ് നമ്മളന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ സെഷൻ 4 നമുക്കൊരു 7 or 8 വേർഡ്സ് ഉണ്ട്. നമുക്കതൊന്ന് നോക്കാം എന്തൊക്കെയാണ് ആ വേർഡ്സ് എന്നുള്ളത്. ഓക്കെ, അതിൽ ആദ്യത്തെ വേർഡ് ഡെക്സ്റ്ററസ് എന്നുള്ളതാണ്. ഡെക്സ്റ്ററസ്. ഈ ഡെക്സ്റ്റർ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് എന്നാണ് അർത്ഥം. ഡെക്സ്റ്റർ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് എന്നാണ് അർത്ഥം. സോ ഡെക്സ്റ്ററസ് മീൻ സ്കിൽഫുൾ വിത്ത് യുവർ ഹാൻഡ്സ്. സ്കിൽഫുൾ വിത്ത് യുവർ ഹാൻഡ്സ്. നമ്മൾ നമ്മുടെ കൈകൾ വളരെ ഭംഗിയായിട്ട് സ്കിൽഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ് ഡെക്സ്റ്ററസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ നൗൺ എന്ന് പറയുന്നത് ഡെക്സ്റ്റിരിറ്റിയാണ്. ഡെക്സ്റ്റിരിറ്റിയാണ് ഇതിൻ്റെ നൗൺ. ഇനി നമുക്കിതിൻ്റെ സിനോണിംസ് നോക്കാം. സിനോണിംസ് എന്ന് പറഞ്ഞാൽ സമാനാർത്ഥ പദങ്ങളാണ്. ക്ലെവർ ഉണ്ട്, കണ്ണിങ് ഉണ്ട്. ക്ലെവർ, കണ്ണിങ് ഒക്കെ സിനോണിംസ് ആണ്. ഇനി ഇതിൻ്റെ ആനോണിംസ്, ഇത് വളരെ പ്രധാനമാണ്. ഇതിൻ്റെ സിനോണിംസ്, ഇതിൻ്റെ ആനോണിംസ് എന്താണ്? ഇതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ്. ഇതിൻ്റെ ഓപ്പോസിറ്റും വളരെ പ്രധാനമാണ്. അത് ക്ലംസി എന്നുള്ളതാണ്. അതായത് ക്ലെവർ അല്ലാത്ത അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ക്ലംസി. CLUMSY, ക്ലംസി. ഓക്കെ, സോ നമ്മൾ ആദ്യം പഠിച്ച വേർഡ് ഡെക്സ്റ്ററസ്. ഡെക്സ്റ്റർ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡാണ്. റൈറ്റ് ഹാൻഡ് അതിന് സിനോണിമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സ്കിൽഫുൾ പറയാം, ക്ലെവർ പറയാം, കണ്ണിങ് പറയാം. അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ക്ലംസി. ക്ലംസി എന്ന് പറയുന്നത് അത്ര നല്ലതല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഫംബ്ലിങ്. FUMBLING, ഇതും ഒരു ഓപ്പോസിറ്റ് വേർഡാണ്, ഫംബ്ലിങ് പറയാം. ഓക്കെ, ഇനിയും അടുത്ത ഇതിൽ പറയുന്നത് ആംബി ആണ്. സോ വാട്ട് യു മീൻ ബൈ ആംബി? ആംബി എവിടെ വന്നോ അതിൻ്റെ അർത്ഥം അവിടെ ബോത്ത് എന്നാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഫിബിയൻസ് അല്ലേ, ഉഭയജീവികൾ, കടലിലും വെള്ളത്തിലും, അല്ലെങ്കിൽ വെള്ളത്തിലും കരയിലും ഒരുപോലെ ജീവിക്കുന്ന ജീവികൾ. അപ്പോൾ ഇവിടെ ആംബി എന്ന് പറഞ്ഞാൽ ബോത്താണ്. ഇനി നമ്മൾ മുമ്പേ പറഞ്ഞ ഡെക്സ്റ്ററും ആംബിയും കൂടെ നമുക്ക് ആഡ് ചെയ്താൽ വി വിൽ ഗെറ്റ് ആംബി ഡെക്സ്റ്ററസ്. ആംബി ഡെക്സ്റ്ററസ്. സോ വാട്ട് യു മീൻ ബൈ ആംബി ഡെക്സ്റ്ററസ്? ഏബിൾ ടു യൂസ് ബോത്ത് ഹാൻഡ്സ്. ഏബിൾ ടു യൂസ് ബോത്ത് ഹാൻഡ്സ് വിത്ത് ഈക്വൽ സ്കിൽസ്. ഈക്വൽ സ്കില്ലോടുകൂടി, ഒരേ സ്കില്ലോടുകൂടി 2 കൈകളും ഉപയോഗിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആംബി ഡെക്സ്റ്ററസ് എന്ന് പറയുന്നത്. സോ ഏബിൾ ടു യൂസ് ബോത്ത് ഹാൻഡ്സ് വിത്ത് ഈക്വൽ സ്കിൽ ഈസ് കോൾഡ് ആംബി ഡെക്സ്റ്ററസ്. ആംബി ഡെക്സ്റ്ററസ്. ഇതിനൊരു സിനോണിം പറഞ്ഞാൽ എക്സ്പേർട്ട്. എക്സ്പേർട്ട്, വളരെ എക്സ്പേർട്ടാണ്. ഇപ്പോൾ നമ്മൾ 3 Idiot എന്ന് പറഞ്ഞ മൂവിയിൽ വൈറസ് എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട്. വൈറസ് 2 കൈകൾ കൊണ്ട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും? എഴുതും. നമുക്കത് എഴുതാൻ പറ്റില്ല. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഒരു 2 കയ്യിലും ചോക്ക് വെച്ചിട്ട് എഴുതുക എന്ന് പറഞ്ഞാൽ നമുക്ക് റൈറ്റ് ഹാൻഡേഴ്സിന് ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡേഴ്സിന് റൈറ്റ് ഹാൻഡ് ഉപയോഗിക്കുന്നതിന് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ 2 കൈകളും ഒരുപോലെ ഉപയോഗിക്കുക. അങ്ങനെ ഒരു സ്കില്ല് വേണ്ട ചില ജോബുകളാണ് പൈലറ്റ്, അല്ലെങ്കിൽ ന്യൂറോ സർജൻ. ഓക്കെ, ഇപ്പോൾ നമുക്ക് എഴുതാം. നമുക്ക് വേണമെങ്കിൽ ഒരു സെൻറ്റൻസ് മേക്ക് ചെയ്യാം ആംബി ഡെക്സ്റ്ററസിൽ. എന്നിങ്ങനെ എഴുതാം, നമുക്ക് നോക്കാം. Few of us are naturally ambidextrous എന്ന് പറഞ്ഞാൽ ജന്മനാ തന്നെ ആംബിഡെക്സ്റ്ററസ് ആയിട്ടുള്ളത് ആളുകൾ വളരെ കുറവാണ്. Few of us are naturally ambidextrous. നമ്മൾ ഒന്നുകിൽ വി ആർ ലെഫ്റ്റ് ഹാൻഡേഴ്സ്, അതർവൈസ് വി ആർ റൈറ്റ് ഹാൻഡേഴ്സ് അല്ലേ. അടുത്ത തേർഡ് വൊക്കാബുലറി നമ്മൾ ഇന്ന് പഠിക്കുന്നത്, തേർഡ് വൺ goes to sinister. SINISTER. Sinister.
സോ സിനിസ്റ്ററിൻ്റെ സിനോണിം, സിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ നമ്മൾ പഠിച്ചു പോകണം. ഇത് ഇവിൽ അല്ലെങ്കിൽ ഡേഞ്ചറസ് എന്നുള്ള മീനിങ് ആണ്. ഇവിൽ ഓർ ഡേഞ്ചറസ്. ഓക്കെ, ഇതാണ് അതിൻ്റെ സിനോണിം. അതിൻ്റെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ അൺത്രെറ്റനിങ് ആണ്. ത്രെറ്റനിങ് അല്ലാത്ത അവസ്ഥ, അതാണ് അൺത്രെറ്റനിങ്, അതാണ് ഓപ്പോസിറ്റ്. സോ സിനിസ്റ്ററിൻ്റെ സിനോണിം ഇവിൽ ഓർ ഡേഞ്ചറസ്. സിനിസ്റ്റർ അതിൻ്റെ റൂട്ട് വേർഡിൻ്റെ അർത്ഥം, അതിൻ്റെ പ്രിഫിക്സിൻ്റെ അർത്ഥം ലെഫ്റ്റ് ഹാൻഡ് എന്നാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഡെക്സ്റ്റർ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞു, സിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡാണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് എന്നുള്ള അർത്ഥത്തിൽ ഇത് ഇവിൽ അല്ലെങ്കിൽ ഡേഞ്ചറസ് എന്നുള്ള മീനിങ് ആണ്, അല്ലെങ്കിൽ സിനോണിമാണ് സിനിസ്റ്ററിന് ഉള്ളത്. നമുക്കൊരു വേർഡ് നമുക്കൊന്ന് നോക്കാം. വിൽ റൈറ്റ് എ വേർഡ് like his face had a sinister troubled expression. എന്ന് പറഞ്ഞാൽ എന്താണ്? അയാളുടെ മുഖം കണ്ടാൽ ഒരു വളരെ വളരെ മോശമായൊരു എക്സ്പ്രഷനാണ്, ഒരു സിനിസ്റ്റർ ട്രബിൾഡ് എക്സ്പ്രഷൻ. ഒരു എക്സാമ്പിളാണിത്. അല്ലെങ്കിൽ there was something sinister about Mr. Rajiv Gandhi's assassination. Mr. Rajiv Gandhi's assassination. So what do you mean by assassination? A-S-S-A, assassination, S-I-N-A-T-I-O-N. അസാസിനേഷൻ ഒരു കൊലപാതകമാണ്, പക്ഷേ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിനാണ് അസാസിനേഷൻ എന്ന് പറയുന്നത്. ഈ വേർഡിൻ്റെ അർത്ഥം എന്താണ്? വാട്ട് യു മീൻ ബൈ ദിസ് വേർഡ്? ദർ വാസ് സംതിങ് സിനിസ്റ്റർ അബൌട്ട് മിസ്റ്റർ രാജീവ് ഗാന്ധീസ് അസാസിനേഷൻ. മിസ്റ്റർ രാജീവ് ഗാന്ധിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സിനിസ്റ്റർ ആയിട്ടുള്ളൊരു അവസ്ഥയുണ്ട്, ഒരു മോശമായ ഒരു സ്ഥിതി നിലനിന്നിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഇതാണ് സിനിസ്റ്റർ എന്ന വേർഡിൻ്റെ അർത്ഥം. തേർഡ് വൺ നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫോർത്ത് വൺ ആണ്. ഫോർത്ത്, ഗോഷ്. G-A-U-C-H-E, ഗോഷ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഗോഷ്. ഈ ഗോഷ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ ഓക്വേർഡ് വെൻ ഡീലിംഗ് വിത്ത് പീപ്പിൾ ഓർ സേയിങ്. ഇതും മുമ്പേ പറഞ്ഞ സിനിസ്റ്ററും ഒരേ അർത്ഥമാണ്. ഇത് ഫ്രഞ്ച് വേർഡാണ്, ലെഫ്റ്റ് ഹാൻഡിനുള്ള ഫ്രഞ്ച് വേർഡാണ്. ഇംഗ്ലീഷിൽ പല വേർഡ്സും ലാറ്റിൻ അല്ലെങ്കിൽ ഫ്രഞ്ച് അല്ലെങ്കിൽ ഗ്രീക്ക് പോലുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ലാംഗ്വേജസിൽ നിന്ന് എടുത്തിട്ടുണ്ട്. സോ ഗോഷ് എന്ന് പറഞ്ഞാൽ അത് ലെഫ്റ്റ് ഹാൻഡ് എന്നാണ് അർത്ഥം. എന്താണ് ഗോഷിൻ്റെ അർത്ഥം? ഓക്വേർഡ്. അപ്പോൾ നമ്മളൊരു പുതിയ വേർഡ് പഠിക്കുകയാണ് ഇവിടെ, ഓക്വേർഡ്. ഓക്വേർഡ് എന്ന് പറഞ്ഞാൽ വളരെ മോശമായ അവസ്ഥ. ഇത് തന്നെയാണ് സിനിസ്റ്റർ, നമ്മൾ മുമ്പേ പഠിച്ചു. ഇത് തന്നെയാണ് ഗോഷ് എന്ന് പറഞ്ഞത്. ഇവിടെ എല്ലാം നമുക്ക് എന്ത് ഉപയോഗിക്കുക? ഈ വേർഡ് ഉപയോഗിക്കുക. ഓക്വേർഡ് സിറ്റുവേഷൻ, വളരെ മോശമായൊരവസ്ഥ. ഓക്വേർഡ് വെൻ ഡീലിംഗ് വിത്ത് പീപ്പിൾ, ആളുകളുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് ഓക്വേർഡായിട്ട് പെരുമാറുക, അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറുക, അല്ലെങ്കിൽ ഡീലിംഗ് വിത്ത് പീപ്പിൾ ഓർ സിറ്റുവേഷൻ, ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഓർ പീപ്പിൾ ഓർ സേയിങ്, വർത്തമാനം പറയുന്നതിന് മോശമായിട്ട് ചെയ്യുക. ഇതെല്ലാം ഗോഷിൻ്റെ ഡൂയിങ് റോങ് എന്നുള്ള അർത്ഥമാണ് ഗോഷ് എന്ന് പറയുന്നത്. ഇനിയും ഗോഷിന് സിനോണിം എന്ന് പറഞ്ഞാൽ ക്ലംസി. ഓർമ്മയുണ്ടാവും, ക്ലംസി നമ്മൾ ആദ്യം ഉപയോഗിച്ചത് എവിടെയാണ്? ഡെക്സ്റ്ററിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ക്ലംസി ഉപയോഗിച്ചത്. ഡെക്സ്റ്റർ റൈറ്റ് ഹാൻഡ് ആയിരുന്നു അതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പം അത് ഇവിടെ സിനോണിം ആവും അല്ലേ? ക്ലംസി നമുക്ക് പറയാം ഗോഷിൻ്റെ സിനോണിമായിട്ട്. അതുപോലെ ഓക്വേർഡ് പറയാം, ഇവിടെയും ഓക്വേർഡ് പറയാം. ഓക്വേർഡ് എന്ന് പറഞ്ഞാൽ മോശമായിട്ടുള്ള അവസ്ഥ എന്നാണ് ക്ലംസി. ഇതൊക്കെയാണ് ഇതിൻ്റെ സിനോണിംസ്. നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, യെസ്, നമുക്കിതിനൊരു എക്സാമ്പിൾ എഴുതാം. ഹിസ് ലൗഡ് ടോക്ക് ഇൻ ദ ക്ലാസ് റൂം. ഹിസ് ലൗഡ് ടോക്ക്, അയാളുടെ വളരെ ഉച്ചത്തിലുള്ള സംസാരം. ഹിസ് ലൗഡ് ടോക്ക് ഇൻ ദ ക്ലാസ് റൂം, ക്ലാസ് റൂമിൽ അയാൾ വളരെ ഉച്ചത്തിലുള്ള സംസാരം. മാർക്ക്ഡ് ഹിം ഹാസ് എന്താണ്?
ഗൗഷ് ആൻഡ് അൺകൾച്ചേർഡ്. ഗൗഷ് ആൻഡ് അൺകൾച്ചേർഡ്. അയാൾ വളരെ ഉച്ചത്തിൽ ക്ലാസ് റൂമിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അയാളൊരു ഗോഷും അൺകൾച്ചേർഡ് ഫെലോ ആണെന്ന് തോന്നിപ്പോകുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് നാലാമത് നമ്മൾ പഠിച്ച ഗോഷ്. വീണ്ടും പറയാം, ഇതിൻ്റെ സിനോണിം സിനിസ്റ്റർ, ഓക്വേർഡ്, ഇതെല്ലാം ഒരേ വേർഡുകളാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സമയത്ത് ഡെക്സ്റ്റർ ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. റൈറ്റ് ഹാൻഡ് എന്നുള്ള അർത്ഥമാണ്, സ്കിൽഫുൾ എന്നുള്ള അർത്ഥമാണ്, നല്ലത് എന്നുള്ള അർത്ഥമാണ് ഡെക്സ്റ്റർ ഉപയോഗിക്കുന്നത്. അടുത്ത ഫിഫ്ത്ത് ടോപ്പിക്, നമ്മൾ ഫിഫ്ത്ത് വേർഡ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അഡ്രോയിറ്റ് ആണ്. അഡ്രോയിറ്റ്, ADROIT, അഡ്രോയിറ്റ്. അഡ്രോയിറ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും വരാം, അക്കംപ്ലിഷ്ഡ് വിത്ത് ട്രെയിൻഡ് എബിലിറ്റി. എന്താണ് അക്കംപ്ലിഷ്ഡ് വിത്ത് ട്രെയിൻഡ് എബിലിറ്റി. What do you mean by trained ability? നല്ല സ്കിൽഫുള്ളായിട്ടൊരു ആളാണ് എന്നുള്ള അർത്ഥം. ഓക്കെ, സ്കിൽഫുൾ പറയാം സിനോണിമായിട്ട്. ആർട്ട്ഫുൾ പറയാം, ARTFUL. അല്ലെങ്കിൽ ബ്രേവറ പറയാം, ബ്രേവറ. ഇതെല്ലാം ഇതിൻ്റെ സിനോണിംസ് ആണ്, ബ്രേവറ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഓക്വേർഡ്, ക്ലംസി ഒക്കെ ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. അല്ലെങ്കിൽ ഗൗഷ് ഇതിൻ്റെ ഓപ്പോസിറ്റാണ്, അഡ്രോയിറ്റ്നെസ്. അപ്പോൾ ശരിക്കും അഡ്രോയിറ്റ്നെസ് എന്ന് പറഞ്ഞാൽ അക്കംപ്ലിഷ്ഡ് വിത്ത് ട്രെയിൻഡ് എബിലിറ്റി, നല്ല സ്കിൽഫുള്ളായിട്ടുള്ള, നല്ല ഗ്രേസ്ഫുള്ളായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് അഡ്രോയിറ്റ്നെസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് ചില പർട്ടിക്കുലർ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് കാണിക്കാനാണ് അല്ലേ ഇതൊക്കെ. ഇപ്പോൾ ഗൗഷ്, സിനിസ്റ്റർ, ഇതൊക്കെ ചില പ്രത്യേകതകൾ, ചില സവിശേഷതകൾ കാണിക്കാനാണെങ്കിൽ നമ്മൾ ഇനി അടുത്തതൊരു മെഡിക്കൽ ഡോക്ടറിനെ പരാമർശിക്കാൻ പോവാണ്. ഒരു മെഡിക്കൽ ഡോക്ടർ. ആൻഡ് ആ മെഡിക്കൽ ഡോക്ടറിൻ്റെ പേരാണ് ഗൈനക്കോളജിസ്റ്റ്. സോ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് ഗൈനക്കോളജിസ്റ്റ്. ഇവിടെ 2 വേർഡ്സാണ് ഇതിലുള്ളത്. ഈ ഗൈനക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ വേർഡ് ചേർന്നിട്ടുള്ളത്, ഒന്ന് ഗൈൻ, 2 ലോഗി. ഗൈൻ മീൻസ് വിമൺ, ലോഗി ഓർ ലോഗോസ് മീൻസ് സ്റ്റഡി. സോ ഹു ഈസ് എ ഗൈനക്കോളജിസ്റ്റ്? യെസ്, അതിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാം, ഗൈനക്കോളജിസ്റ്റ് ഈസ് വിമൻസ് ഡോക്ടർ. എ ഡോക്ടർ who deals with വിമൺ എയിൽമെൻറ്റ്സ്, ഡിസീസസ് ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറാണ് ഗൈനക്കോളജിസ്റ്റ്. ഇതെങ്ങനെയാണ് വന്നത്? ഗൈൻ വിമൺ, ലോഗോ സ്റ്റഡി. അപ്പോൾ ഗൈനി എന്ന് പറഞ്ഞ് എവിടെ കണ്ടാലും അതിൻ്റെ അർത്ഥം എന്താണ്? വിമൺ എന്നാണ്. ഒരു എക്സാമ്പിൾ, ഈസി ആയിട്ടൊരു എക്സാമ്പിൾ പറയാം. മിസ്സസ് മീര ഈസ് എ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ഇൻ ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, അല്ലേ? മിസ്സസ് മീര എന്ന് പറയുന്നത് നിങ്ങൾ എഴുതിയാൽ മതി, ഇവിടെ എഴുതാൻ സ്പേസ് കുറവാണ്. മിസ്സസ് മീര ഈസ് എ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ഇൻ ലേക്ക് ഷോർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള അർത്ഥം. ആൻഡ് വാട്ട് യു മീൻ ബൈ ഗൈനക്കോളജി? ഗൈനക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഗൈനക്കോളജി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സ്റ്റഡി ഓഫ്, നമുക്ക് എങ്ങനെ എഴുതാം? റബ്ബ് ചെയ്യാം. ഗൈനക്കോളജി എന്ന് പറഞ്ഞാൽ, ഗൈനക്കോളജി എന്താണ്? സ്റ്റഡി ഓഫ് വിമൺ എയിൽമെൻറ്റ്. വാട്ട് യു മീൻ ബൈ എയിൽമെൻറ്റ്? ഡിസീസസ്. വിമൺസിൻ്റെ ഡിസീസിനെ പറ്റി സ്റ്റഡി ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് ഗൈനക്കോളജി. ഇനി അടുത്തത് 7th വൺ നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറൊരു സംഭവമാണ്. അതിൻ്റെ പേരാണ് ഗെമോസ്. ഓക്കെ, GAMOS, ഗാമോസ്. ഗാമോസ് എന്ന് പറഞ്ഞാൽ അതിന് മാരേജ് എന്നാണ് അർത്ഥം. എന്നാൽ ഈ ഗാമോസിനെ നമുക്ക് 1-2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. മോണോ, ബൈ, പോളി, 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പം മോണോയും ഗാമോസും ചേർത്താൽ വി വിൽ ഗെറ്റ് മോണോഗമി, അല്ലേ? മോണോഗമി. വാട്ട് യു മീൻ ബൈ മോണോ? മോണോ എവിടെ ഉണ്ടോ അതിൻ്റെ അർത്ഥം 1 ആണ്. ഗാമോസ് എവിടെ ഉണ്ടോ അതിൻ്റെ അർത്ഥം മാരേജ് എന്നാണ്. അപ്പോൾ മോണോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? കസ്റ്റം ഓഫ് ബീങ് മാരീഡ് ടു ഓൺലി 1 പേഴ്സൺ അറ്റ് എ ടൈം. കസ്റ്റം ഓഫ് മാരിങ്, അല്ലേ? കസ്റ്റം, സ്റ്റേറ്റ് ഓർ കസ്റ്റം ഓഫ് ബീയിങ് മാരീഡ്. നമുക്ക് കേൾക്കുമ്പോൾ എടുക്കോ, അതിനകത്ത് എഴുതാൻ ബുദ്ധിമുട്ടാണ്. കസ്റ്റം ഓഫ് ബീയിങ് മാരീഡ് ടു 2, അതാണ് ഏറ്റവും പ്രധാനം. ഓൺലി 1 പേഴ്സൺ അറ്റ് എ ടൈം, ഒരേ ഒരാളെ വിവാഹം കഴിക്കുക, അല്ലേ?
അങ്ങനെ വിവാഹം കഴിക്കുന്ന കസ്റ്റമിനെയാണ് ഓൺലി 1 പേഴ്സൺ അറ്റ് എ ടൈം. കേൾക്കുന്നവർക്കൊക്കെ ഇത് വിഷമമുണ്ടെന്ന് എനിക്കറിയാം, ഒരാളെ മാത്രമേ പറ്റുള്ളൂ എന്ന് ഉള്ള അറിവിൽ, അല്ലേ? അപ്പോൾ എന്തായാലും തമാശ പറഞ്ഞാണ് കേട്ടോ. അപ്പം ദ സ്റ്റേറ്റ് ഓർ കസ്റ്റം ഓഫ് ബീങ് മാരീഡ് ടു ഓൺലി 1 പേഴ്സൺ അറ്റ് എ ടൈം ഈസ് കോൾഡ് മോണോഗമി. ഇതാണ് നമ്മുടെ നാട്ടിലുള്ള കസ്റ്റം. സാധാരണഗതിയിൽ എല്ലായിടത്തും അങ്ങനെയാണ്, അല്ലേ? ഒരു ഭർത്താവ് ഭാര്യ എന്ന് വെച്ചാൽ ഒരു വിവാഹം കഴിക്കുന്നു, അത് ലീഗലി കഴിക്കുന്നതിനെയാണ് മോണോഗമി എന്ന് പറഞ്ഞത്. എന്നാൽ വാട്ട് യു മീൻ ബൈ ബൈഗമി? ബൈഗമിയിലേക്ക് വന്നാൽ എന്താണ് ബൈഗമി? ബൈഗമി എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ബൈഗമി ഈസ് എ ക്രൈം ഓഫ് മാരിങ് സംബഡി. ബൈഗമി ഒരു ക്രൈമാണ്, മോണോഗമി ക്രൈം അല്ല, ഒരു സാധാരണ കസ്റ്റമാണ്. പക്ഷേ ബൈഗമി ഈസ് എ ക്രൈം. ബൈഗമി എന്ന് പറഞ്ഞ ക്രൈമാണ് ഓഫ് മാരിങ് സംബഡി വെൻ യു ആർ സ്റ്റിൽ ലീഗലി മാരീഡ് ടു സംവൺ, അല്ലേ? അതായത് ഒരാൾ, ഇത് ഒരു പുരുഷൻ, ഇത് സ്ത്രീ, ഇത് മാരീഡാണ്, ഓക്കെ, മാരീഡാണ്. അങ്ങനെ മാരീഡ് ആകുന്ന അവസ്ഥയാണ് ദിസ് ഈസ് കോൾഡ് വാട്ട് യു കോൾ മോണോഗമി. ഇനി ഇതേ ആൾ ഇവിടെ വേറൊരു സ്പൗസിനെയും കൂടി എന്ത് ചെയ്യുന്നു? എൻഗേജ് ചെയ്യുന്നു, മാരി ചെയ്യുന്നു. അങ്ങനെ വന്നാൽ ദിസ് ഈസ് ഇല്ലീഗൽ. അത് നമ്മുടെ ലോ അനുവദിക്കുന്നില്ല. ലോ അങ്ങനെ അല്ലെങ്കിൽ ഈ ആൾക്ക് ഈ ആളെ, സപ്പോസ് ദിസ് ഈസ് എക്സ്, വൈയെ മാരി ചെയ്യണമെങ്കിൽ എക്സിനെ എന്ത് ചെയ്യണം? ഡിവോഴ്സ് ചെയ്യണം. ലീഗലി എന്ത് ചെയ്യണം? ബന്ധം പിരിയണം. ബന്ധം പിരിയാതെ ഇയാൾ വേറൊരാളെ കല്യാണം കഴിച്ചാൽ ദാറ്റ് ഈസ് എ ക്രിമിനൽ ആക്ട്, ക്രൈം ഓഫ് മാരിയിങ് സംബഡി. എഴുതിയിട്ടാൽ മതി. വെൻ യു ആർ സ്റ്റിൽ ലീഗലി മാരീഡ്, അല്ലേ? ഇവിടെ സ്റ്റിൽ ദിസ് പേഴ്സൺ ഈസ് മിസ്റ്റർ തങ്കൻ. മിസ്റ്റർ തങ്കൻ ഈസ് ലീഗലി മാരീഡ്. ഇപ്പോഴും എന്താണ്? അദ്ദേഹം ലീഗലി മാരീഡ് ആണ് ടു തങ്കമ്മ. ഇവിടെ തങ്കമ്മ, അപ്പോൾ ഇവിടെ പൊന്നമ്മ വന്നു. ആൻഡ് പൊന്നമ്മ വന്നാൽ അത് പ്രശ്നമാണ്. സോ സ്റ്റിൽ ലീഗലി മാരീഡ് ടു സംബൺ, അതിനെയാണ് ബൈഗമി എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു ക്രിമിനൽ ആക്റ്റാണ്. അത് വാട്ട് മീൻ ബൈ പോളിഗമി? പോളിഗമിയിലേക്ക് വരുമ്പം അത് വളരെ രസകരമാണ്. പോളിഗമി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം PSC എക്സാംസിനും മറ്റ് പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ് എപ്പോഴും. പോളി എന്ന് പറഞ്ഞാൽ എന്താണ്? മെനി, ലൈക്ക് പോളിമർ, പോളിയെത്തിലീൻ ഒക്കെ നമ്മൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്. പോളിഗമി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കസ്റ്റം ഓഫ് ഹാവിങ് മോർ ദാൻ വൺ വൈഫ്. സി, കസ്റ്റം ഓഫ് ഹാവിങ് മോർ ദാൻ വൺ വൈഫ്, എസ്പെഷ്യലി ഇൻ സർട്ടൺ ട്രൈബ്സ്. ചില ട്രൈബുകളിലൊക്കെ ഒന്നിൽ കൂടുതൽ ആളുകൾ അവർക്ക് വിവാഹം കഴിക്കാനുള്ള കസ്റ്റമുണ്ട്. ആ കസ്റ്റമിനാണ് പോളിഗമി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വീണ്ടും വരുന്നു തങ്കപ്പേട്ടൻ 1 2 3 4 5, തങ്കമ്മ, പൊന്നമ്മ, ശോശാമ്മ, ഗോമതിയമ്മ, സാറാമ്മ. ബട്ട് ദിസ് ഈസ് എ കസ്റ്റം. ഇതെന്താണ്? ഇറ്റ്സ് എ കസ്റ്റം. കാരണം ഇത് ചില ട്രൈബുകളിൽ അലൗഡ് ആണ്. മിസ്റ്റർ രാജപ്പൻ. അപ്പോൾ ഇത് ഒരു ട്രൈബിൽ എന്താണ്? ചില ട്രൈബുകളിൽ ഇത് അലൗഡ് ആണ്. സോ ദിസ് ഈസ് എ കസ്റ്റം. പക്ഷേ അപ്പോൾ എന്നോട് ചോദിക്കുവാണ്, സാറേ 2 വിവാഹം കഴിച്ചാൽ ക്രൈമും 5 പേരെ വിവാഹം കഴിച്ചാൽ ക്രൈം അല്ലാതാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരവില്ല. പോളിഗമി എന്താണ്? ഒരു കസ്റ്റമാണ്, പല ട്രൈബിലും ഉണ്ട്. പക്ഷേ ബൈഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ ഈ സാധാരണ ഹിന്ദു മാരേജ് ആക്റ്റോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മാരേജ് ആക്റ്റൊക്കെ പ്രകാരം ബൈഗമി ക്രിമിനൽ ആക്റ്റാണ്. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ വെറുതെ എഴുതി നോക്കാം. സംടൈംസ് പോളിഗമി, സംടൈംസ്, ഫോർ എക്സാമ്പിൾ, സംടൈംസ് പോളിഗമി എന്താണെന്ന് മനസ്സിലായല്ലോ. പോളിഗമി could be liberating for a woman, could be liberating for a woman or not. ഒരു ക്വസ്റ്റ്യൻ ആണ്, വിമൺ എന്ന് പറയുന്നില്ല. പലപ്പോഴും ചില സമയത്ത് പോളിഗമി എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചൊരു ലിബറേഷനാണ്. കാരണം എന്താ? കാരണം എന്താണ്? അതാണോ അല്ലയോ എന്നൊരു ക്വസ്റ്റ്യനാണ്, ഒരു തമാശ ക്വസ്റ്റ്യനാണ്. അപ്പം ധാരാളം എന്ന് വെച്ചാൽ 4-5 സ്ത്രീകൾ ഒരു പുരുഷനെ വിവാഹം കഴിക്കുന്നത് സ്ത്രീകൾക്ക് കൂടുതൽ ലിബറേറ്റിംഗ് ആണോ അല്ലയോ? അത് നിങ്ങൾ ചിന്തിച്ച് പറയേണ്ട ആൻസറാണ്. ഇതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഫൈൻ. ഇനി അടുത്തത്, നമ്മളിപ്പം 7th ടോപ്പിക്ക് കഴിഞ്ഞു, അടുത്ത 8th വരുന്നത്. ഇതിൽ 8th ടോപ്പിക് എന്ന് പറയുന്നത്
എന്താണെന്ന് നമുക്ക് നോക്കാം. 8th എന്ന് പറയുന്നത് ആൻഡ്രോസ് എന്ന ഇതാണ് നമ്മൾ പഠിക്കുന്നത്, എന്ന റൂട്ടാണ് പഠിക്കുന്നത്, ആൻഡ്രോസ്. സോ ആൻഡ്രോസ് മീൻസ് മെയിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് യു മീൻ ബൈ പോളി ആൻഡ്രി? പോളി ആൻഡ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? പോളി ആൻഡ്രി ഈസ് എ സ്റ്റേറ്റ് ഓർ പ്രാക്ടീസ് ഓഫ് ഹാവിങ് മോർ ദാൻ വൺ ഹസ്ബൻഡ്. മോർ ദാൻ വൺ ഹസ്ബൻഡ് അല്ലേ, ഒന്നിൽ കൂടുതൽ ഹസ്ബൻഡ്, മോർ ദാൻ വൺ ഹസ്ബൻഡ്, ഓർ മെയിൽ മേറ്റ്സ് അല്ലെങ്കിൽ കൂട്ടുകാർ, മെയിൽ മേറ്റ്സ്, മെയിൽ സുഹൃത്തുക്കളുമായിട്ട് ഒന്നിച്ച് താമസിക്കുക. ഒന്നുകിൽ മോർ ദാൻ വൺ ഹസ്ബൻഡ്, അവർക്ക് ആ ലേഡിക്ക് എന്തുണ്ടാവും, മോർ ദാൻ വൺ ഹസ്ബൻഡ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ മെയിൽ മേറ്റ്സ്, മെയിൽ സുഹൃത്തുക്കൾ ഉണ്ടാവുകയോ ചെയ്യുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് പോളി ആൻഡ്രി. പിന്നെ അഡ്ജക്റ്റീവ് നമ്മൾ പറയുമ്പോൾ പോളി ആൻഡ്രോസ് എന്ന് പറയും, ANDROUS, ആൻഡ്രോസ്. സോ ഇതൊരു എക്സാമ്പിൾ. ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ്രോ, ഗൈനി, ഗ്യാമി സ്ഥിരം റൂട്ടുകളാണ്. ഈ റൂട്ട് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് വളരെ നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ നേരത്തെയുള്ള ക്ലാസ്സുകൂടെ കാണണം. ഇതിന് മുമ്പുള്ള അപ്ലോഡ് ചെയ്തിരിക്കുന്ന ക്ലാസ്സുകൂടെ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിലേക്കൊരു ആക്സസ് കിട്ടുള്ളൂ. ഫൈൻ. ആൻഡ് അടുത്തത് 9th ടോപ്പിക്, 9th നമ്പർ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിലാന്ത്രോപ്പ് എന്ന വേർഡാണ്. ഫിലാന്ത്രോപ്പ് എന്ന വേർഡാണ്. നോക്കൂ, ഫിലാന്ത്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇതിനു മുമ്പ് മിസ് ആന്ത്രോപ്പ് പഠിച്ചിട്ടുണ്ട്, ഹേറ്റ് പീപ്പിൾ അല്ലേ. അപ്പം ആന്ത്രോപ്പ് എന്ന് പറഞ്ഞാൽ ഈസ് റിലേറ്റഡ് ടു പീപ്പിൾ, ആളുകൾ, വ്യക്തികൾ. ഇതാണ് ആന്ത്രോപ്പോസ്, മനുഷ്യവംശം എന്നൊക്കെയുള്ള അർത്ഥമാണ് ആന്ത്രോപ്സ് എന്ന് പറഞ്ഞാൽ. ഫിൽ എവിടെ കണ്ടോ അതിൻ്റെ അർത്ഥം അവിടെ ലവ് എന്നാണ്, സ്നേഹം എന്നാണ് ഫില്ലിൻ്റെ അർത്ഥം, സ്നേഹം. അപ്പോൾ ഫിലാന്ത്രോപ്പ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഓർ എ റിച്ച് പേഴ്സൺ ഹു ഹെൽപ്സ് ദ പുവർ ആൻഡ് ദോസ് ഇൻ നീഡ്, എസ്പെഷ്യലി ബൈ ഗിവിങ് മണി. അതായത് ഒരു എപ്പോഴും എന്താ പറയുന്നത്, വളരെയധികം പാവപ്പെട്ടവരെ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ, നീഡി ആയിട്ടുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേഴ്സൺ, എ പേഴ്സൺ. ഓക്കെ, എ പേഴ്സൺ ഈ മേ ബി റിച്ച് പേഴ്സൺ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ഹു ഹെൽപ്സ് പുവർ, പാവപ്പെട്ടവരെ സഹായിക്കുക. ആൻഡ് ദോസ് ഇൻ നീഡ്, അതുപോലെ ആൻഡ് ദോസ് ഇൻ നീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യക്കാരെ സഹായിക്കുക. എസ്പെഷ്യലി ബൈ ഗിവിങ് മണി, പൈസയൊക്കെ കൊടുത്ത് സഹായിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഈ ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറയുന്നത്. അതിനെ അങ്ങനെ ചെയ്യുന്നതിനെ ഫിലാന്ത്രോപ്പി എന്ന് പറയും, ലവ് ഓഫ് മാൻ കൈൻഡ്. സോ വാട്ട് യു മീൻ ബൈ ഫിലാന്ത്രോപ്പി? ലവ് ഓഫ് മാൻ കൈൻഡ്. നോക്കൂ, ഈ റൂട്ട് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റാണ് മിസ് ആന്ത്രോപ്പ് അല്ലേ. അപ്പോൾ മിസ് ആന്ത്രോപ്പ് എവിടെ കണ്ടാലും അതിൻ്റെ അർത്ഥം എന്താണ്? അയാളൊരു മിസ് ആന്ത്രോപ്പാണെന്ന് പറഞ്ഞാൽ മനുഷ്യവംശത്തെ മൊത്തം വെറുക്കുന്ന ആൾ. ഫോർ എക്സാമ്പിൾ ഹിറ്റ്ലർ, മുസോളിനി, അല്ലെങ്കിൽ കിം ജുങ് ഇങ് എന്തോ നോർത്ത് കൊറിയൻ പ്രീമിയർ. ഇവരൊക്കെ മിസാന്ത്രോപ്പിസ്റ്റാണ്, അതായത് അവരൊക്കെ മനുഷ്യവംശത്തെ വെറുക്കുന്നവരാണ്. ഫിൽ എന്ന് പറഞ്ഞാൽ ലവ് ആണ്, മിസ് എവിടെ കണ്ടാലും അത് ഹെയ്റ്റ് ആണ് അല്ലേ. ഇപ്പോൾ മിസോ ഗാമിസ്റ്റൊക്കെ ഇനി നമ്മൾ പഠിക്കുമ്പോൾ ഹെയ്റ്റ്സ് മാരേജ്, കാരണം നമ്മൾ ഗമോസ് മാരേജ് ആണെന്ന് പറഞ്ഞു. അതുപോലെ മിസോ ഗൈനിസ്റ്റ് എന്ന് പറഞ്ഞ വണ്ണു ഹേറ്റ്സ് വിമൺ. അപ്പോൾ ഇതെല്ലാം ഈ റൂട്ടിൻ്റെ കളികളാണ് വൊക്കാബുലറി എന്ന് പറയുന്നത്. കൂടുതൽ വൊക്കാബുലറീസ്, എല്ലാം നല്ല കുറേ അധികം വൊക്കാബുലറി. ഇപ്പോൾ ഫിലാന്ത്രോപ്പ് എന്താണെന്ന് നമ്മൾ പഠിച്ചു, വണ്ണു ലവ്സ് മാൻ കൈൻഡ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഈ ഫിലാന്ത്രോപ്പിൻ്റെ രണ്ട് ഇപ്പോൾ സിനോണിംസ് ഒന്ന് നോക്കിയാലോ. എത്രയോ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണത്. അതിവിടെ ഞാനൊന്ന് കുറിക്കുവാണ്. SSCക്കും മറ്റ് പരീക്ഷകൾക്കും ഒക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പല ഡിഗ്രി പരീക്ഷകൾക്കും PSCയുടെ ചോദിച്ചിട്ടുണ്ട്. ബെനിഫാക്ടർ അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ടർ, ഇതാണ് വളരെ പ്രധാനം. കോൺട്രിബ്യൂട്ടറിനെക്കാട്ടിൽ ബെനിഫാക്ടർ ഈസ് എ സിനോണിം ഫോർ ഫിലാന്ത്രോപ്പിസ്റ്റ്. അതുപോലെ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുക്കാം. റോക്ക് ഫെല്ലർ വാസ് എ ഗ്രേറ്റ് ഫിലാന്ത്രോപ്പിസ്റ്റ് അല്ലേ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അമേരിക്കയിലെ ഒരു വലിയ ധനികനായിരുന്നു റോക്ക് ഫെല്ലർ. അദ്ദേഹം സ്വാമി വിവേകാനന്ദൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, കാരണം സ്വത്തൊക്കെ മടുത്തുപോയി, എൻ്റെ സ്വത്തെല്ലാം ഞാൻ തരാം, അങ്ങേക്ക് തരാം, അങ്ങ് പാവപ്പെട്ടവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, എനിക്ക് ആ പണിയില്ല, താങ്കൾ തന്നെ എന്ത് ചെയ്യുക, താങ്കളുടെ സ്വത്തുക്കൾ എന്ത് ചെയ്യുക, ഒരു ഏജൻറ്റിൻ്റെ ആവശ്യമില്ല, ഇടനിലക്കാരൻ്റെ ആവശ്യമില്ലാതെ കൊടുക്കാം. അങ്ങനെ റോക്ക് ഫെല്ലർ ഫൗണ്ടേഷൻ, വളരെ ചരിത്രപ്രസിദ്ധമായ റോക്ക് ഫെല്ലർ ഫൗണ്ടേഷൻ ഉണ്ടായി. സാമൂഹ്യ സേവന രംഗത്ത്, സോഷ്യൽ വർക്കിൽ വലിയൊരു മുന്നേറ്റമായിരുന്നു റോക്ക് ഫെല്ലർ. അതുപോലെ തന്നെ നമ്മുടെ ബിൽ ഗേറ്റ്സ് ആൻഡ് നളിന്ദ ഗേറ്റ് ഫൗണ്ടേഷൻ, അസിം പ്രേംജി ഫൗണ്ടേഷൻ,
ഇവരൊക്കെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ പാർട്ടായിട്ട്. സോ വാട്ട് യു മീൻ ബൈ CSR എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വലിയ വലിയ കമ്പനീസൊക്കെ അവരുടെ സാമൂഹ്യ എന്താ പറയുന്നത് പ്രതിബദ്ധതയുടെ പേരിൽ അവരെന്ത് ചെയ്യും, അവർ വലിയൊരു എമൗണ്ട് ഈ പാവപ്പെട്ട ആളുകളുടെ വിദ്യാഭ്യാസം, ഇപ്പോൾ ഇൻഫോസിസ് പോലുള്ള കമ്പനി, വിപ്രോ, ടാറ്റ കൺസൾട്ടൻസി സർവീസ്, ടാറ്റ, അപ്പോൾ ഇങ്ങനത്തെ കമ്പനീസൊക്കെ അവർക്ക് CSR ഇനിഷ്യേറ്റീവ്സ് ഉണ്ട്. CSRലൂടെ അവർ ഫണ്ട് എന്ത് ചെയ്യും, പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവർ കൊടുക്കുന്നു. ഫൈൻ. ഇനി അടുത്തത് ആന്ത്രോപോളജിസ്റ്റ് എന്താണ്, അല്ലേ? 9th ആണെന്ന് തോന്നുന്നു. വാട്ട് യു മീൻ ബൈ ആന്ത്രോപോളജിസ്റ്റ്? നോക്കൂ, ആന്ത്രോപോസ് മാൻകൈൻഡ് ആണെങ്കിൽ ആന്ത്രോപോളജിസ്റ്റ് എന്തായിരിക്കും? യെസ്, വൺ ഹൂ ഈസ് ഡിവോട്ടഡ് ടു വെൽഫെയർ ഓഫ് അതേഴ്സ്, അല്ലേ? അല്ലെങ്കിൽ വൺ ഹൂ സ്റ്റഡി ദ എവല്യൂഷൻ ഓഫ് മാൻകൈൻഡ്, മനുഷ്യവംശം, നരവംശാസ്ത്രം, അതാണ് ആന്ത്രോപോളജി. കാരണം ആന്ത്രോപോസ് എന്ന് പറഞ്ഞ വേർഡ് നരവംശം, മനുഷ്യവംശമാണ്. ലോഗോസ് എന്ന് പറഞ്ഞാൽ സ്റ്റഡിയാണ്, അല്ലേ? സ്റ്റഡിയാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് ആന്ത്രോപോളജിസ്റ്റ് ഉണ്ടായത്. നരവംശാസ്ത്രജ്ഞൻ അതൊരു ഒരു കോളേജിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. ഈ ആന്ത്രോപോളജിസ്റ്റുകളാണ് ട്രൈബ്സിനെ പറ്റി പഠിക്കുന്നത്, അവരുടെ പിൻഗാമികളെ പറ്റി പഠിക്കുന്നതും റിസർച്ച് ചെയ്യുന്നതും, അല്ലേ? ഇപ്പം ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ പോയിട്ട് നമുക്ക് ജറാവ എന്ന് പറയുന്ന ട്രൈബ്സിനെ പറ്റി അവർ പഠിക്കുന്നു. സെൻറ്റിനെൻ്റൽസ് എന്ന് പറഞ്ഞ ട്രൈബ്സിനെ പറ്റി പഠിക്കുന്നു. അവർ കണ്ടുപിടിക്കുന്നു 10,000 വർഷം പഴക്കമുള്ള ട്രൈബാണ്, അല്ലെ 6,000 വർഷം പഴക്കമുള്ള ട്രൈബാണ്. അവരിപ്പോഴും മനുഷ്യരുമായിട്ടൊന്നും ബന്ധമില്ലാതെ കഴിയുന്ന ആളുകളാണ് ഈ സെൻറ്റിനെൻ്റൽസും ജറാവ ട്രൈബ്സും ഒക്കെ. സോ അങ്ങനെ ട്രൈബുകളെ പറ്റി, അവരുടെ എവല്യൂഷനെ പറ്റിയും അവരുടെ ബ്രെയിനിൻ്റെ വികാസത്തെ പറ്റി, അവരുടെ ജിനോംസിനെയും ക്രോമോസോംസിനെ പറ്റിയൊക്കെ പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ആന്ത്രോപോളജി. അങ്ങനെ പഠിക്കുന്ന ആൾ ആന്ത്രോപോളജിസ്റ്റ്. ആന്ത്രോപോളജിസ്റ്റ് ഈസ് ഡിവോട്ടഡ് ടു വെൽഫെയർ ഓഫ് അതേഴ്സ്. ആന്ത്രോപോളജി സ്റ്റഡി ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റേസിനെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ആന്ത്രോപോളജി എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്കിന്ന് ഇതിനകത്ത് കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനുണ്ട്. പ്രോബ്ലംസ് ഇപ്പോൾ മാത്തമാറ്റിക്സ് അല്ല, കുറച്ച് വർക്കൗട്ട് ചെയ്യാൻ 1-2 സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഇച്ചിരി സ്പീഡിൽ പോകുന്നു. അസ്കെറ്റിക് എന്താണ് ഈ അസ്കെറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അസ്കെറ്റിക് എന്ന് പറഞ്ഞാൽ സന്യാസിയാണ്. ഈ ഗ്രീക്ക് വേർഡാണ് അസ്കെറ്റിക് ഒരു ഗ്രീക്ക് ഡിനോട്ടേഷനാണ്. മങ്ക് എന്നെന്താ പറയുന്നത്? മങ്ക് ഓർ ഹെർമിറ്റ്സ് അല്ലെങ്കിൽ ഹെർമിറ്റ്, ഇത് രണ്ടും സന്യാസി എന്നുള്ള അർത്ഥമാണ്. മങ്ക് ലിവ്സ് എ ലോൺലി ലൈഫ്, വളരെ ലോൺലി ആയിട്ട് ഏകാന്തമായി താമസിക്കുന്ന, വേൾഡ്ലി പ്ലഷേഴ്സ് ഒന്നും ആവശ്യമില്ലാതെ, അല്ലേ? അവരൊരു നേരത്തെ ആഹാരം എന്താണെന്ന് വെച്ചാൽ കഴിച്ച് അവരുടെ അന്വേഷണത്തിനായി ബുദ്ധിസ്റ്റ് മങ്സ് ഉണ്ട്, ജെയിൻ മങ്സ് ഉണ്ട്, ഹിന്ദുയിസത്തിൽ മങ്സ് ഉണ്ട്, ഇസ്ലാമിലെ സൂഫിസത്തിൽ മങ്സ് ഉണ്ട്, ഫിലോക്കാലിയ ക്രിസ്ത്യാനിറ്റിയിലുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ റിലീജിയനിലും മങ്സ് ഉണ്ട്. സിക്കിലുണ്ട്. സോ അസ്കെറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രീക്ക് മെയിൻ മങ്ക് ഓർ ഹെർമിറ്റ്. ലോൺലി ലൈഫ്, വളരെ ഏകാന്തമായി ജീവിക്കുക. ഓസ്റ്റർ എന്ന് പറയുന്ന വേർഡ് വളരെ പ്രധാനമാണ്. അത് പലയിടത്തും ഉപയോഗിക്കുന്നതാണ്. ലാളിത്യം അല്ലെങ്കിൽ മോഡസ്റ്റി എന്നൊക്കെ പറയുന്ന ഓസ്റ്റർലി ബ്യൂട്ടിഫുൾ ഐസ് എന്നൊക്കെ പറയും. നമ്മൾ ഭയങ്കര ഡിവിനിറ്റി ഉള്ള കണ്ണുകൾ എന്നൊക്കെ പറയും ചില ആളുകൾ. സോ അത് ഇതിൻ്റെ സിനോണിമാണ് ഈ മങ്കിൻ്റെ. ഓക്കെ, ഫൈൻ. ഇനി അടുത്തതില്ല, അതിൻ്റെ അത്രേ ഉള്ളൂ. അതിൻ്റെ ബാക്കിയായിട്ട് തന്നെ ഹി ജസ്റ്റ് ലിവ്സ് ഫോർ ഹിംസെൽഫ്. ഓക്കെ, മങ്ക് ജീവിക്കുന്നത് അയാൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മറ്റ് വേൾഡ്ലി പ്രഷേഴ്സ് ഒന്നും പുള്ളിയെ ബാധിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമുക്ക് പറയാം ലക്ഷോറിയസ് അല്ലെങ്കിൽ ലക്ഷോറിയസോ എക്സ്ട്രാ വജൻസി ഒക്കെ ഇതിൻ്റെ ഓപ്പോസിറ്റാണ്. അവർ പൈസ ധൂർത്തടിക്കുക, സമ്പത്ത് ധാരാളം ലക്ഷറിക്ക് ഉപയോഗിക്കുന്ന ആളുകളാണ് ലക്ഷോറിയസ് അല്ലെങ്കിൽ എക്സ്ട്രാ വജൻറ്റ്. വെറസ് അസ്കെറ്റിക് എന്ന് പറഞ്ഞാൽ മങ്സ് വളരെ മോഡസ്റ്റ് ലിവിങ് ആയിരിക്കും അവരവരുടെ ലൈഫിൽ കൊണ്ടുപോകുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ജെയിൻ ബുദ്ധിസ്റ്റ് റിക്വേഴ്സ് അസ്കെറ്റിക് ബിഹേവിയർ ഇൻക്ലൂഡിങ് ഫാസ്റ്റിംഗ് ബൈ ഇറ്റ്സ് മങ്സ്. ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ജെയിനിസത്തിലും ബുദ്ധിസത്തിലും മങ്സിന് വേണ്ടത് ഒരു അസ്കെറ്റിക് ബിഹേവിയറാണ്, ഒരു സന്യാസ തുല്യമായ ബിഹേവിയറാണ് എന്ന് പറയപ്പെടുന്നു. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് പഠിക്കാനുള്ളത്. സോ നമുക്കിതിലൊരു ജസ്റ്റ് ഒരു ടോപ്പിക് ഒന്ന് നോക്കാം. ഇതൊരു ഇതിൻ്റെ ഒരു ടേക്ക് ഫോട്ടോ ക്ലിയർ ആണോ? വളരെ പഴയ ഒരു ബുക്കാണിത്.
Yes. We'll look into photo. നമുക്ക് ഫോട്ടോ കാണാമല്ലോ ഇപ്പം. ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നില്ല. ഹു ലിവ്സ് ലോൺലി ഓസ്റ്റർ ലൈഫ് എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ അസ്കെറ്റിക് എന്നാണ്. വൺ ഹു ലിവ്സ് എ ലോൺലി ഓസ്റ്റർ ലൈഫ് അസ്കെറ്റിക് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹൂസ് ഇൻട്രസ്റ്റ് ആർ ടേൺ ഔട്ട്വേർഡ്സ്. യെസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഹൂസ് ഇൻട്രസ്റ്റ് ആർ ടേൺഡ് ഔട്ട്വേർഡ്സ്. ആരാണ് അവരുടെ ഇൻട്രസ്റ്റ് ഔട്ട്വേർഡിൽ അന്വേഷിക്കുന്നത്, വെളിയിൽ അന്വേഷിക്കുന്നത്? യോയോ ടൈപ്പ് ആളുകൾ, എക്സ്ട്രോവേർട്ട് ആണ്. തേർഡ് വൺ, ഹൂ ഈസ് സുപ്രീംലി സെൽഫിഷ്. വളരെ സുപ്രീംലി സെൽഫിഷ് ആയിട്ടുള്ള ആളുകളുടെ പേരെന്താണ്? ഈഗോയിസ്റ്റ് ആണ്. ഹൂ ഹേറ്റ്സ് പീപ്പിൾ, നമ്മളിപ്പോൾ പറഞ്ഞു മിസ് ആന്ത്രോപ്പ്. മിസ് മീൻസ് ഹെയ്റ്റ്, ആന്ത്രോപ്പോസ് മീൻസ് മാൻകൈൻഡ്. യെസ്. അടുത്ത ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഹൂസ് ഇൻട്രസ്റ്റ് ആർ ടേൺ ബോത്ത് ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ്. അതായത് ഒരേ സമയം ഇൻവേർഡും ഔട്ട്വേർഡും ആയിരിക്കുന്ന ആളുകളാണ് ആംബിവേർട്ട് എന്ന് പറയുന്നത്. ആംബി എന്ന് പറഞ്ഞാൽ ബോത്ത് ആണ്, അല്ലേ? ഹൂ ഈസ് ഇൻക്രെഡിബിളി കൺസീറ്റഡ്. ഇൻക്രെഡിബിളി കൺസീറ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ ആരാണ്? അതായത് വളരെ പൊങ്ങച്ചം പറയുന്ന ആരാണ്? ഈഗോട്ടിസ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞു പുഷ്പുള്ളടിക്കുന്ന ആളുകളാണ് ഈഗോട്ടിസ്റ്റ് എന്ന് പറഞ്ഞത്, അല്ലേ? തള്ളുകൾ. അടുത്ത, ഹൂ ഈസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ ദ വെൽഫെയർ ഓഫ് അതേഴ്സ് ദാൻ ഇൻ ഹിസ് ഓൺ. മറ്റുള്ളവരെക്കാട്ടിലുള്ള വെൽഫെയർ എന്താ പറയുന്നത്, അല്ല, സെൽഫിനെക്കാട്ടിലും മറ്റുള്ളവരുടെ വെൽഫെയർ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ആരാണ്? ഓൾട്രോയിസ്റ്റ് ആണ്. അടുത്ത, ഹു ഹേറ്റ്സ് വിമൻ. മിസോഗൈനിസ്റ്റ്. മിസ് മീൻസ് ഹെയ്റ്റ്, ഗൈനിസ്റ്റ് മീൻസ് നമ്മൾ പറഞ്ഞതാണ് ഗൈനിസ്റ്റ് മീൻസ് യെസ് വിമൺ. അപ്പോൾ മിസോഗൈനിസ്റ്റ് മീൻ വൺ ഹു ഹേറ്റ് വിമൺ. അടുത്ത, ഹൂസ് ഇൻട്രസ്റ്റ് ആർ ടേൺ ഇൻവേർഡ്സ്. അകത്തേക്ക് നോക്കുന്ന ആളുകൾ, എപ്പോഴും ഏകാന്തമായ ഇരിക്കുന്ന, ഏകാന്ത പതികന്മാരായിരിക്കുന്നവർ ആരാണ്? ഇൻട്രോവേർട്ട് ആണ്. ഇൻട്രോ എന്ന് പറഞ്ഞാൽ അകത്തേക്ക്, ഇൻവേർഡ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഹു ഹേറ്റ്സ് മാരേജ്. മിസോഗാമിസ്റ്റ്, അല്ലേ? ഗമോസ് മീൻസ് മാരേജ്, മിസ് മീൻസ് ഹെയ്റ്റ്, ആൻഡ് വൺ ഹു ഹേറ്റ്സ് മാരേജ് മീൻസ് മിസോഗാമിസ്റ്റ്. അപ്പോൾ ഇത്രയുമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ള എക്സസൈസ് എന്ന് പറയുന്നത്. ഇതിനകത്തൊരു ക്വസ്റ്റ്യനൂടെ നമുക്കൊന്ന് നോക്കാം. ടേക്ക് ഫോട്ടോ വരട്ടെ. യെസ്, ക്യാമറ മറച്ചു പിടിച്ചാൽ ഫോട്ടോ വരില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്, ജസ്റ്റ് എ മിനിറ്റ്, ഇതൊന്ന് ക്ലിയർ ചെയ്യുകയാണ്. ടേക്ക് ഫോട്ടോ. എനിക്ക് ഇതിൻ്റെ മാത്രം എടുക്കാം, അതായിരിക്കും നല്ലത്. യെസ്, ഇതൊരു നല്ല എക്സസൈസാണ്. നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. ആദ്യത്തേത് ഇത് യെസ് ഓർ നോ പറയാനാണ്. ഡു യു അണ്ടർസ്റ്റാൻഡ് ദ വേർഡ്സ്? ഈസ് ആൻ ഈഗോയിസ്റ്റ് സെൽഫിഷ്? യെസ് ഓർ നോ. ഈഗോയിസ്റ്റ് സെൽഫിഷ് ആണോ അല്ലയോ? യെസ്, ഈഗോയിസ്റ്റ് സെൽഫിഷ് ആണ്, അല്ലേ? സെൽഫായിട്ടുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ആളാണല്ലോ ഈഗോയിസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈഗോയിസ്റ്റ് എന്താണ്? ഒരു സെൽഫിഷ് ആയിട്ടുള്ള ആളാണ് ആര്? ഈഗോയിസ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? ഈഗോയിസ്റ്റ് സെൽഫിഷ് ആണ്. യെസ്. അടുത്ത, ഈസ് മോഡസ്റ്റി വൺ ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഈഗോട്ടിസ്റ്റ്? ഈഗോട്ടിസ്റ്റ് എന്ന് പറഞ്ഞ ആരാണ്? പൊങ്ങച്ചം പറയുന്ന ആളാണ്, അല്ലേ? മീ ഫസ്റ്റ് പറയുന്ന ആളാണ്. ഈഗോട്ടിസ്റ്റിൻ്റെ ക്യാരക്ടറാണോ മോഡസ്റ്റി? സോ വാട്ട് യു മീൻ ബൈ മോഡസ്റ്റി? നമ്മൾ മോഡസ്റ്റി എന്ന വേർഡ് ഇപ്പം പറഞ്ഞിരുന്നു. മോഡസ്റ്റി എന്ന് പറഞ്ഞാൽ വിനയം എന്നാണ്, അല്ലേ? വിനയം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഹംബിൾനെസ് എന്നാണ് അർത്ഥം. മോഡസ്റ്റി. അപ്പം ഇയാൾക്ക് മോഡസ്റ്റ് ആണോ ഇയാൾ? അല്ല, ഒരിക്കലും അല്ല.
പൊങ്ങച്ചം പറയുന്നുള്ള ആരും മോഡസ്റ്റ് ആയിരിക്കുമോ? അല്ല. അടുത്ത, ഈസ് ആൻ ഓൾട്രോയിസ്റ്റ് സെൽഫിഷ്. ഓൾട്രോയിസ്റ്റ് സെൽഫിഷ് ആണോ? ഒരിക്കലുമല്ല. സെൽഫിഷ് ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ സ്വാർത്ഥനാണ്. ഓൾട്രോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ഹു ലവ്സ് മാൻകൈൻഡ്, അല്ലെങ്കിൽ വൺ ഹു ഹെൽപ്പ് അതേഴ്സ്, അതാണ് ഓൾട്രോയിസ്റ്റ്. അപ്പം നോ, ഹീസ് അൺസെൽഫിഷ് അല്ലേ. അടുത്ത, ഡസ് ആൻ ഇൻട്രോവേർട്ട് പേ മച്ച് അറ്റൻഷൻ ടു ഹിംസെൽഫ്. ഒരു ഇൻട്രോവേർട്ട് സ്വയം കൂടുതൽ അറ്റൻറ്റീവായിട്ടിരിക്കുന്ന ആളാണോ? യെസ്, ഓഫ് കോഴ്സ്, യെസ്. അടുത്ത, ഡസ് ആൻ എക്സ്ട്രോവേർട്ട് പ്രിഫർ സോളിറ്റ്യൂഡ് ടു കമ്പാനിയൻഷിപ്പ്. ഒരു എക്സ്ട്രോവേർട്ട് സോളിറ്റ്യൂഡാണോ ടു കമ്പാനിയൻഷിപ്പിലേക്ക് പ്രിഫർ ചെയ്യുന്നത്? ഒരിക്കലുമല്ല. സോളിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകാന്തതയാണ്, ഒറ്റയ്ക്കിരിക്കുന്നതാണ് സോളിറ്റ്യൂഡ്. എക്സ്ട്രോവേർട്ട് എപ്പോഴും ഒറ്റയ്ക്കിരിക്കുമോ? ഒരിക്കലുമില്ല. എക്സ്ട്രോവേർട്ട് എപ്പോഴും കൂട്ടുകാരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും കൂടുതൽ ആളുകൾ വേണം അല്ലേ. സോ ദിസ് ഈസ് നോ. ആർ മോസ്റ്റ് നോർമൽ പീപ്പിൾ ആംബിവേർട്സ്? യെസ്, കൂടുതൽ ആളുകളും എന്താണ്? എക്സ്ട്രോവേർട്ടും അല്ല ഇൻട്രോവേർട്ടും അല്ല, ആംബിവേർട്ടാണ്, ഇൻ ബിറ്റ്വീൻ ആണ്. ഇനി അടുത്തത്, ഡസ് എ മിസാൻത്രോപ്പ് ലൈക്ക് എ പീപ്പിൾ. മിസാൻത്രോപ്പ് ആരാണ് നമ്മൾ പറഞ്ഞത്? വൺ ഹു ഹേറ്റ്സ് മാൻകൈൻഡ്. സോ മിസാൻത്രോപ്പിന് ആളുകളെ ഇഷ്ടമാണോ? നോ. അടുത്ത, ഡസ് എ മിസോഗൈനിസ്റ്റ് എൻജോയ് ദ കമ്പനി ഓഫ് വിമൺ. മിസോഗൈനിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ഹു ഹേറ്റ്സ് വിമൺ ആണ്. സോ അങ്ങനെ ഒരാൾ അവർ ഒരു വിമൻ്റെ കമ്പനി എൻജോയ് ചെയ്യുമോ? ഒരിക്കലുമില്ല. നോ. ആൻഡ് ലാസ്റ്റ് വൺ, ഡസ് ആൻ അസ്കെറ്റിക് ലീഡ് എ ലൈഫ് ഓഫ് ലക്ഷറി. ഒരു അസ്കെറ്റിക് ലക്ഷറിയസ് ലൈഫാണോ ലീഡ് ചെയ്യുന്നത്? അല്ല. ഒരു അസ്കെറ്റിക് എപ്പോഴും വളരെ മോഡസ്റ്റ് ആയിട്ടുള്ള, ഹമ്പിളായിട്ടുള്ള ഒരു ലൈഫായിരിക്കും എന്ത് ചെയ്യുന്നത്? ലീഡ് ചെയ്യുന്നത്. യെസ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പഠിച്ചത്. സോ ഈ വെക്കാബുലറീസ് നന്നായിട്ട് എഴുതിയെടുക്കുക. വെറുതെ വായിച്ചാൽ മാത്രം പോരാ. സോ ഇതിൻ്റെ അടുത്ത സെഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കും. അപ്പോൾ ഓരോ സെഷൻസും വരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളും കൂടെ കവർ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതിലും ധാരാളം എക്സസൈസുകളുണ്ട്. ആ എക്സസൈസുകൾ ഞാൻ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാൻ നോക്കുന്നതാണ്. ഓക്കെ. സോ താങ്ക് യു വെരി മച്ച്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം എന്ന യൂഷ്വൽ വാക്കുകളൊക്കെ ഞാനിവിടെ ഉപയോഗിക്കുകയാണ്. സോ അടുത്ത സെഷൻ നമുക്ക് ജൂൺ മന്തിലെ കറണ്ട് അഫേഴ്സ് സെഷൻ വരും കംപ്ലീറ്റ്. ജൂലൈ ഇപ്പോൾ പകുതിയാവുന്നു. ജൂൺ മന്തിലെ കറണ്ട് അഫേഴ്സ് സെഷൻ ആയിരിക്കും അടുത്ത് വരുന്നത്. സോ താങ്ക് യു.